നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഒരു ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും പിന്നെ അതേപോലെ തന്നെ ചെറിയ മക്കളുള്ള കുട്ടികൾക്കും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അവരൊക്കെ ഉദ്ദേശിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ അവർക്കും നമ്മളെപ്പോലൊക്കെ തന്നെ നനച്ചുള്ളിപ്പണിയൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ വീട്ടിലും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എടുക്കുക, എങ്ങനെയാണ് അവരതൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് മാനേജ് ചെയ്യാന്നുള്ളതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ചെറിയ കുട്ടികളുള്ളവർ എങ്ങനെയാ വെച്ചാൽ അവർ ഉറങ്ങുന്ന സമയം തന്നെയാണ് നമ്മൾ അത് പ്രയോജനപ്പെടുത്തേണ്ടത്. പിന്നെ നമ്മളെ വീട്ടിൽ നമുക്ക് ഹെൽപ്പിനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കുറേയൊക്കെ കുട്ടികളെ ഏൽപ്പിക്കുകയും ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇനി രാത്രിയാണ് ഇവർ കുറേ സമയം ഉറങ്ങുന്നതെങ്കിൽ രാത്രി തന്നെ നമ്മളത് ചെയ്യേണ്ടി വരും. അല്ലാതെ നമുക്ക് ഈ പണി തീർക്കാൻ വേണമല്ലോ, നമുക്ക് ആരും ഹെൽപ്പിനില്ലെങ്കിലും അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ. ചെറിയ മക്കളാകുമ്പോൾ കുറേ സമയം ഉറങ്ങും കേട്ടോ. പിന്നെ തീരെ ഉറങ്ങാത്ത ചില ബിരുദന്മാരുണ്ട് കേട്ടോ. എൻ്റെ ഒരു അറിവിലും അനുഭവത്തിലൊക്കെ 2 മണിക്കൂറോളൊക്കെ കുട്ടികൾ ഉറങ്ങും. ആ 2 മണിക്കൂർ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക തന്നെയാണ് കേട്ടോ വേണ്ടത്. ഈ വീഡിയോ ഞാൻ പ്രധാനമായിട്ട് എടുക്കാനുള്ള കാരണം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയല്ലോ സ്പൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെ ഒരു 3-4 ദിവസത്തെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സിന് പോകും വേണം, നനച്ചുള്ളിപ്പണി എടുക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഡേറ്റ് കിട്ടിയത് 5, 6, 7 ആ ഒരു ഡേറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ നനച്ചുള്ളിപ്പണി തകൃതിയായി നടക്കുന്ന നനച്ചുള്ളിപ്പണീൻ്റെ അവസാന ഘട്ടത്തിലാണ് നമുക്ക് കൂടുതൽ പണി ഉണ്ടാവുക. അത് ഓർഗനൈസ് ചെയ്ത് വെക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്ക് പ്രയോജനപ്പെടുമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ എണീക്കുക തന്നെ. അതല്ലെങ്കിൽ രാത്രി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുക. ഞാൻ അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അങ്ങനെ അത് ഉൾപ്പെടുത്താഞ്ഞത്. അപ്പോൾ രാവിലെ നൈസ് പത്തിരിയും ഗ്രീൻ പീസിൻ്റെ കറിയാണ്. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അത് മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങൾ അടുക്കളയത്തെ കുറച്ചും കൂടി ബാക്കിയുണ്ട് ഇനി കഴുകിയെടുക്കാൻ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം ഈ പണിയിലുള്ളിൽ കൂടി തന്നെ ഒഴിച്ച് സിങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അപ്പം സിങ്കിൽ തന്നെയാണ് കേട്ടോ കഴുകിയെടുത്തത്. അപ്പോൾ പിന്നെ അടുക്കളയത്തെ പണി കൊടുക്കുക, പാത്രം കഴുകുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചതിന് ശേഷം പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തത് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുടയ്ക്കാൻ എന്തായാലും സമയം ഉണ്ടാവില്ല, ബാക്കി പണികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കണ്ടമാനം പണി എടുക്കാനായിട്ട് കഴിയില്ല. ബാക്കി പകുതി ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ, ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് വൈകുന്നേരം എടുക്കുക. അപ്പോഴേക്കും പിന്നെ ഇക്കാക്ക് പോകാൻ സമയമായിട്ടുണ്ട്. ഇനി ഒരു 8:15 ആകുമ്പോൾ 8:30 ആകുന്ന സമയത്താണ് അധികം പോകല്, 8:15, 8:30 അപ്പോഴേക്കും ഞാൻ വേഗം ചായ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനും കുടിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ചായ കുടിക്കാതേക്കും പോവുക. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. കുറച്ചധികം ഉലുവയും കടുകൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അധികം ഒരുപാടല്ല, ഞങ്ങളിപ്പോൾ ആകെ 2 ആളല്ലേ. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അത് വേഗം ഒന്ന് കഴുകി വെയിലത്തിടാൻ വിചാരിച്ച്. വലിയ ജീരകവും ചെറിയ ജീരകം ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ വേണം. പക്ഷേ എനിക്ക് മറ്റേതിന് കാത്തു നിൽക്കാതെ കിട്ടിയത് വേഗം ഒന്ന് കഴുകിയിട്ട് ഇതാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴുകിയപ്പോൾ കണ്ടില്ല, നല്ലോണം ചളിയുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേശ്ശെ വാങ്ങരുത്. കുറേശ്ശെ വാങ്ങുമ്പോൾ നമുക്ക് കഴുകി ഉണക്കാനൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മിനിമം ഒരു 250 ഒരു 300 വാങ്ങിയാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ വാങ്ങൽ. ഒരു ഇത്തിരി വാങ്ങുകയാണെങ്കിൽ നമുക്ക് കഴുകാനൊരു ഇൻട്രസ്റ്റ് വരികയില്ല. അപ്പോൾ ഞാൻ വേഗം അങ്ങനെ ഇതാക്കിയിട്ട് വേഗം കഴുകി 2-3 വട്ടം എന്തായാലും കഴുകണം കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒന്ന് തെളിയുന്ന വരെ കഴുകലാണ് എൻ്റെ ഒരു കണക്ക്. പിന്നെ അത് ഞാൻ വേഗം ഈ ഉലുവയിലും കടുകിലൊക്കെ അത്യാവശ്യം കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട്. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ആ സാധനങ്ങൾ വരിക എന്നറിയില്ല. എന്നാലും കുറേയൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് കയറും. എന്നാലും പരമാവധി നമുക്ക് ഒഴിവാക്കാമല്ലോ. അതാണ് കേട്ടോ ഇതിൽ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത്. പരമാവധി ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കലുണ്ട്. മൊത്തത്തിൽ എല്ലാം പെർഫെക്റ്റ് ആവണമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരമാവധി അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുക്കളയിലെ പാത്രങ്ങളൊന്നും മുഴുവനായി കഴുകിയെടുക്കായിട്ടാണെങ്കിൽ മനസ്സിലൊരു സമാധാനം ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ക്ലാസ്സിൽ പോകുമ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കി കൂടാനും പിന്നെ പണിയിട്ട് എടുക്കണം എന്നൊക്കെ പറയില്ലേ. പണ്ട് ഒരു ചൊല്ലില്ലേ, അച്ഛൻ്റെ അപ്പുറം പോകുകയും വേണം, അമ്മൻ്റെ അപ്പുറം കിടക്കാൻ വേണം എന്നൊക്കെ. ആ ഒരു ലെവലാണ് കേട്ടോ. പിന്നെ ഇൻഡസ് വാലിയിൽ നിന്ന് പാത്രം വന്നതാണ്. അപ്പോൾ പോണതിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ് കേട്ടോ ഇതും വന്നത്. പിന്നെ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്താണത് കിട്ടിയിട്ടുള്ളത് എന്ന്.
ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ രാവിലെയാണ്, പിന്നെ നേരം ഉണ്ടാവില്ല, ഈ പണിയൊക്കെ കഴിഞ്ഞ് പോവുകയും വേണം. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ അവിടെ എത്താനായിട്ട്. കറക്റ്റ് ടൈമിന് വേണമല്ലോ. പിന്നെ അത് ഓരോരുത്തർ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ IISR എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലേബലിലും പിന്നെ അവർ ഒന്ന് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അവരെ സഹായത്തോടു കൂടിയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്റ്റുകൾ അവിടെ നിന്ന് തന്നെ ഒരു സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇനി പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4:30 മണിയായപ്പോഴത്തേക്ക് തിരിച്ച് വരികയാണ്. ക്ലാസ്സിലിരിക്കുന്ന സമയത്തും മനസ്സിന് ഇങ്ങനെ ഈ പണിയുണ്ടല്ലോ എന്നുള്ളൊരു വെപ്രാളേനി കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ കയറിയ ഉടനെ തന്നെ ഇക്കാക എത്തിയിട്ടുണ്ട്. ഇനി അപ്പോഴേക്കും ഈ മുറ്റത്ത് അവസ്ഥ കണ്ടില്ല. അപ്പോൾ ഇത് ഇക്കാക വരുമ്പോൾ കണ്ടാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയി ഡ്രസ്സ് പോലും മാറ്റാതെ ഓടിപ്പോയി ചൂലെടുത്തിട്ട് വന്ന് ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാകനോ പറയാം അടിച്ചാരനെ ഒന്ന് ഇടിക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കാകൻ്റെ കൊടുത്താണ്. ഞാൻ വീട്ടിൽ കയറി ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല, അപ്പോഴേക്കും കാക വന്ന്. അപ്പോൾ ആ വണ്ടി നിർത്തിയാൽ പിന്നെ പിറ്റേന്ന് രാവിലെ എനിക്ക് അടിച്ചു വരാനും കഴിയില്ല. പിറ്റേന്ന് കാക്ക പോണ സമയം വരെ കാത്തു നിൽക്കണം. അപ്പോൾ പിറ്റേന്നും ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അടിച്ചു വാരി എടുക്കുകയാണ്. അല്ലെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ ഇക്കാക്ക വരുന്നതിന് മുന്നേ തന്നെ ചെടി നനയ്ക്കുന്ന ആ സമയത്താണ് കേട്ടോ മുറ്റടിച്ചു വാരൽ. പിന്നെ രാവിലെ കുറച്ച് ചണ്ടിയൊക്കെ എന്നാലും തൊഴിഞ്ഞിട്ടുണ്ടാവും. അത് പിന്നെ കാക്ക എന്നെ പെറുക്കി കളയും കേട്ടോ, ആ വണ്ടിയിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയം അവിടെ നിർത്തിയിട്ടാണ്. കുറേ സമയം നിർത്തിയിടാനും പറ്റില്ല, വേറെ വണ്ടിയൊക്കെ വരുമല്ലോ. ഇപ്പോഴാണെങ്കിൽ ഇതാ നല്ലോണം ഈ ചണ്ടി തൊഴുന്നൊരു സമയമാണ് കേട്ടോ. വെറുപ്പ് പിടിക്കും ചില സമയത്ത്. അടിച്ച് വാരി ചണ്ടിയൊക്കെ അവിടെ കൂട്ടിയിട്ടാൽ മതി കേട്ടോ. പിന്നെ അത് കാക വന്നിട്ട് അത് കത്തിച്ചോളൂ. പിന്നെ അയിമലേക്കൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ അടിച്ച് വാരിയിട്ടാൽ മാത്രം മതി. വൈകുന്നേരം കുറേ പണിയൊക്കെ മനസ്സിൽ സെറ്റാക്കിയിട്ടാണ് കേട്ടോ രാവിലെ പോയത്. അപ്പോൾ വന്ന പാടന്നെ വേഗം ആ പണി എടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള മീനാണ് കേട്ടോ. അത് ഞങ്ങളവിടെ ചരികൾ എന്നാണ് പറയുക, എല്ലാ വിധവും ഉണ്ട്. അപ്പോൾ ഇനി പലവക എന്നൊക്കെ പറയുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ മീൻ എന്താണ് പറയുക, അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ പേരാണോ പറയുക? മൊത്തത്തിൽ എല്ലാ മീനും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെന്താ പറയുകയെന്നൊന്ന് പറഞ്ഞു തരണേ. പിന്നെ ഞാൻ രാവിലെ പോകുമ്പോൾ തന്നെ ഉണക്കാനിട്ടിട്ടുള്ള ഉലുവയും പിന്നെ കടുകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേഗം അത് സെറ്റാക്കിയിട്ടില്ല, അതിനി ഒരൊറ്റ ദിവസത്തെ ഉണക്കും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ മറ്റേ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതും ഇതേപോലെ നല്ലോണമൊക്കെ സാധനമൊക്കെ ആക്കി വെക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ വേഗം പോയി മേലേക്ക് കിട്ടോ. പിന്നെ ഭയങ്കര ചൂടല്ല, അപ്പോൾ ഒരു ഉഷാറും കിട്ടുമല്ലോ പണിയെടുക്കാനായിട്ട്. പിന്നെ മേല് കഴുകിയതിൻ്റെ ശേഷമാണ് ഞാൻ തുടയ്ക്കുന്നത്. അപ്പോൾ ഈ മോപ്പായതുകൊണ്ട് അങ്ങനത്തെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ മറ്റേ മോപ്പാണെങ്കിൽ മേലൊക്കെ എന്തായാലും ഇതിപ്പോൾ നമ്മളെ മേലൊരു തുള്ളി പോലും ആവില്ല, ആ വടി പിടിക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേഗം തുടച്ചെടുത്താൽ, അപ്പോൾ രാവിലെ ഞാൻ അടിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് പൊടിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ വേഗം തുടയ്ക്കാനോ പറ്റിയിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ തുടച്ചെടുക്കണമെന്നുള്ളതിൽ ഫാസ്റ്റായിട്ട് പണിയെടുക്കുകയാണ് ഞാൻ. നമ്മൾ കിട്ടുന്ന സമയത്ത് ഇതേപോലെയൊക്കെ വേഗം പണി തീർത്താലേ നമ്മളെ പണി തീരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെയും ഇവിടെയും നോക്കിയൊക്കെ വർത്താനം പറയുക, അല്ലേ അവിടെ പോയി കുത്തിരിക്കുക റെസ്റ്റ് എടുക്കുക ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പണിയും നടക്കൂല കേട്ടോ, കാര്യങ്ങളൊന്നും നടക്കൂല. പിറ്റേന്ന് വീണ്ടും നമുക്ക് ടെൻഷനേക്ക് പണി കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു പ്രയാസത്തോടു കൂടി പിന്നെ നമ്മൾ ക്ലാസ്സിലായാലും ജോലിക്കായാലും ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ പിന്നെ പിറ്റേന്നേക്കുള്ള കുറേ സാധനങ്ങൾ, രാവിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒതുക്കി പെറുക്കി ഒരുക്കി വെക്കുകയും വേണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴൊക്കെ ഉള്ളൂ നമുക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റുള്ളൂ. നോമ്പ് തുടങ്ങുമ്പോഴേക്ക് തന്നെ നമ്മളെ വീട് മൊത്തത്തിലൊന്ന് ക്ലീനായി കിട്ടിയാൽ, അല്ലെങ്കിലും ഇത് വെച്ചാൽ ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ ഈ വീടൊക്കെ നല്ല, ഈ ഒരു പേരും പറഞ്ഞിട്ട് നമ്മളെ വീടൊക്കെ നല്ല ക്ലീൻ ആവുമല്ലോ. അപ്പോൾ പക്ഷേ ആ ക്ലീനാക്കിയ ആ ഒരു വീട്ടിൽ നമ്മൾ നല്ലൊരു പുണ്യ ദിവസത്തെ വരവേൽക്കുക, ആ ഒരു ദിവസം കഴിച്ചു കൂട്ടുക, നോമ്പ് പിടിക്കുക, നിസ്കരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ലൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പരിപാടി തന്നെയാണ് കേട്ടോ. അത് കുറേ ബുദ്ധിമുട്ടാണ്, ഈ ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ നമ്മൾ വീട്ടിലിരിക്കുന്ന ആളുകളെ പോലെ നടക്കൂല. എന്നാലും നമ്മൾ പരമാവധി നമുക്കെല്ലാം വേണമല്ലോ, കുട്ടികളെ നോക്കണം, പിന്നെ വീട്ടിലെ ജോലി എടുക്കണം, ജോലിക്ക് പോകണം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ മാനേജ് ചെയ്യണം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് തന്നെ പോയേ പറ്റുള്ളൂ. പിന്നെ ഇന്നത്തെ ചായയുടെയും മരുമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്കൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ മനു വന്നിട്ടുണ്ട് ഇനി 2-3 ദിവസത്തേക്ക്. അപ്പോൾ ഓന് തിരിച്ചു പോകുമ്പോൾ ഓരോ ഓഫീസിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ കോഴിയട. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ കോഴിയട. അത് ചിക്കനൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നാക്കി അതിൻ്റെ ഫില്ലിങ്ങാണ് കേട്ടോ, നന്നായി ഡ്രൈ ആക്കിയിട്ടാണ് അത് ഇതാക്കിയെടുക്കുക. അപ്പോൾ അത് നിറച്ചിട്ടുള്ളതാണ്, ചെറുതായി കുഞ്ഞായിട്ടാട്ടോ. അത് ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ, അത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നും. ഉണ്ടാക്കുക എങ്ങനെയാണെന്നറിയാം, പക്ഷെ ഞാൻ ഉണ്ടാക്കി നോക്കിയില്ല.
പിന്നെ അതേപോലത്തെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ കോഴിക്കോട്ടുകാരുടെ ഈ ചുക്കപ്പം എന്ന് പറയുന്നത്. ചുക്കപ്പം പിന്നെ ബീഫ് പൊരിച്ചതുമാണ് കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ. ഈ കോഴിയുടെയും ചുക്കപ്പൊക്കെ ഗൾഫിൽ പോകുന്നവർക്കും പിന്നെ അതേപോലെ ദൂരെ ജോലിക്കൊക്കെ പോകണോല് അങ്ങനത്തെ പോലൊക്കെ മസ്റ്റായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് കേട്ടോ. അത് നമ്മൾ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യലാണ്. പിന്നെ അത് മനു കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് നമുക്ക് വേറെ തന്നെ വാങ്ങിയിട്ടുണ്ട് ഇനി ആ ഷോപ്പിൽ നിന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇതാ കുറേശ്ശായിട്ട് ഇങ്ങനെ ഇതിൽ ഇട്ടച്ച. ഇതിപ്പോൾ നമ്മൾ കുറേ ആയിട്ട് എപ്പോഴും കഴിക്കുന്ന സാധനമല്ലല്ലോ, അതുകൊണ്ട് ഇത് നല്ലൊരു അതിർപ്പത്തോടു കൂടിയാണ് കേട്ടോ കട്ടൻ ചായൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ആ ഒരു ചുക്കപ്പം എനിക്ക് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് ഒക്കെ ഉണ്ടാക്കി വെക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഉണ്ടാക്കി കുറേ ദിവസം വെക്കും, കേടൊന്നും വരില്ല കേട്ടോ ഈ ചുക്കപ്പായാലും കോഴിയോടായാലും. ഇന്നിതാ പോണ തിരക്കിൽ ഈ മുളക് വെയിലത്തിടാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ ദിവസത്തെ ഉണക്കും കൂടി ഉണ്ട്, 2 ദിവസം ഞാൻ ഉണക്കിയിട്ടുണ്ട്. ഇനി പിന്നെ അത് ഉണക്കിയാൽ പൊടിപ്പിച്ച് റെഡിയാക്കി വെക്കുകയും ചെയ്യണം. പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ പിറ്റേന്ന് മറന്നു പോവാതെ ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ രാത്രി 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം. ഈ ചരികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മീൻ തേങ്ങ അരച്ച് വെക്കുകയാണ് കേട്ടോ ടേസ്റ്റ്. പക്ഷേ കാക്ക പറഞ്ഞ് മസാല ഇട്ട് വെച്ചോന്ന് പറഞ്ഞപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചതാണ്. വലിയൊരു ടേസ്റ്റ് ഇല്ല ഇനി കേട്ടോ, മല്ലിപ്പൊടി ഇട്ട് വെച്ചിട്ട് പിന്നെ ഇത് മുളകും തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. ഇനിയിപ്പോൾ രാത്രി ഈ മീൻകറി വെച്ചതിന് കൊണ്ട് തന്നെ രാത്രി കൊടുക്കുക. പിന്നെ നമുക്ക് രാവിലത്തെ എന്താ വെച്ചാൽ പലഹാരം ഉണ്ടാക്കുമല്ലോ അതിലേക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ രാത്രി കറി വെക്കുമ്പോൾ അങ്ങനെ ഒരു എളുപ്പമുണ്ട്. പിന്നെ ചോറ് വെക്കാൻ നിൽക്കില്ല കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞങ്ങൾ പോകുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് പിന്നെ ചോറ് രാവിലെ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ നമ്മൾ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കൾ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കറിക്കുള്ള സാധനങ്ങളൊക്കെ രാത്രി സെറ്റാക്കി വെക്കണം രാവിലെ. അതേപോലെ തന്നെ നമ്മൾ പണീൻ്റെ ഉള്ളിൽ കൂടെ ഫാസ്റ്റായിട്ട് നമ്മളെ ഈ പണി എടുക്കണം, കുറേശ്ശെ ആണെങ്കിലും നനച്ചുള്ളിപ്പണി എടുക്കണം. അങ്ങനെ എല്ലാം കൂടി മാനേജ് ചെയ്താൽ തന്നെ ഉള്ളൂ കേട്ടോ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അതും കൂടിയാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ 3-4 ദിവസം ഞാൻ എടുക്കുന്ന ജോലികളാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത്. ഇന്നത്തെ ഒറ്റ ദിവസത്തെ കാര്യം കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യുന്നതും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഡെയിലി ഇതേ ഒരു വീഡിയോ ആവണ്ടായി വെച്ചിട്ടാണ് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇനി 1-2 ദിവസം കൂടി ഉണ്ടല്ലോ ഇനി. അപ്പോൾ ആ ദിവസം എടുക്കുന്ന ജോലിയും കൂടി ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ അതാ രാത്രി മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൂപ്പും വെക്കുന്നുണ്ട് മുരിങ്ങക്കായ വെച്ചിട്ട്. അപ്പോൾ ഞാൻ മുമ്പത്തൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിൻ്റെ വീഡിയോ ഈ മുരിങ്ങക്കായൻ്റെ സൂപ്പാണ്. പിന്നെ ഞാൻ അടുത്ത് തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ടും ഈ സൂപ്പ് ഇടാം കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അതാ രാവിലത്തെ നെയ്സ്പത്തിരി കുറച്ച് ബാക്കി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതും കൂടി ചപ്പാത്തിൻ്റെ കൂടെ ചൂടാക്കി എടുക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ വെച്ചാൽ പിന്നെ അത് അങ്ങനെ വേസ്റ്റായി പോവുകയുള്ളൂ. അപ്പോൾ അത് ഇപ്പം ചൂടാക്കിയാൽ ഇക്കാക്ക കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും രാത്രി കഴിക്കൂല ഈ അരി ഭക്ഷണമൊന്നും. പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ബാഗ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് പിന്നെ അതേപോലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനത്തേനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ബാഗ്. സഞ്ചി പോലത്തെ എന്താണ് ഈ ചാക്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതേപോലത്താണ്, ചാക്ക് ചണം അങ്ങനെയൊക്കെ പറയും. പിന്നെ ഞാൻ അവിടുന്ന് റാഗിൻ്റെ സേമിയ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ 80 രൂപയാണ്. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിന്. പിന്നെ അതാ ഈ ഓയിലും പിന്നെ അതേപോലെ സാമ്പാർ പൊടിയും ആ ഒരു ബാഗിൽ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ പുതിയ ബിസിനസ്സുകാരുണ്ട് പുതിയതായിട്ട് പിന്നെ തുടങ്ങിയിട്ടുള്ള. അപ്പോൾ അവരുടെ ഈ ഒരു പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഇതും ഞങ്ങൾ ആ ബാഗിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുന്നതുണ്ട്. ഇതിപ്പോൾ ഗിഫ്റ്റ് പോലെ നമുക്ക് കിട്ടിയതാണ് ഈ സാമ്പാർ പൊടിയും ആ എണ്ണയും. പിന്നെ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ആശയങ്ങൾ പിന്നെ എങ്ങനെയൊക്കെ ചെയ്യണം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെ സഹായം കിട്ടും അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പം നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടും. പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളെല്ലാം ഒന്ന് ഒഴിച്ച് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കറി വെച്ച പാത്രമുണ്ട്, പിന്നെ അതേപോലെ രാവിലെ പൊടി കളരിയ പാത്രമുണ്ട്. അതിങ്ങനെ പറ്റി പിടിച്ചപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടേനി. അങ്ങനെ എല്ലാ പാത്രങ്ങളും കൂടെ ഒക്കെ ഒന്ന് കഴുകി ഒതുക്കിയെടുത്ത് വെക്കുകയാണ്. പിന്നെ രാവിലെ ഇതേപോലെ ഇന്ന് എണീറ്റ പോലെ തന്നെ നേരത്തെ തന്നെ എണീക്കണം, നല്ല നേരത്തെ എണീക്കണം. മാക്സിമം ഒരു 5 മണിക്കെങ്കിലും എണീറ്റാൽ തന്നെ ഉള്ളൂ. അപ്പോൾ 9 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുവിധം പണിയൊക്കെ കഴിച്ച് പോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.